Good morning, dear students. I am Sajida Rajesh. അപ്പോൾ നമ്മൾ ഓപ്പറേഷൻ മാനേജ്മെൻറ്റിലെ തേർഡ് യൂണിറ്റ് ആയിട്ടുള്ള കപ്പാസിറ്റി പ്ലാനിംഗ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. വാട്ട് മീൻ ബൈ കപ്പാസിറ്റി? Capacity is the amount of goods that a firm is capable of producing over a specified പീരീഡ് ഓഫ് ടൈം. ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ ഒരു സ്ഥാപനത്തിന് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന എന്താണ് എമൗണ്ട് ഓഫ് ഗുഡ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത് കപ്പാസിറ്റി എന്ന് പറഞ്ഞത്. അതിൽ പിന്നെ ടൈപ്സ് ഓഫ് കപ്പാസിറ്റി പറഞ്ഞു. മാക്സിമം കപ്പാസിറ്റി, മാക്സിമം ഓർ ഡിസൈൻഡ് കപ്പാസിറ്റി, ഇഫക്റ്റീവ് കപ്പാസിറ്റി, ഡിറ്റർമിനൻ്റ് കപ്പാസിറ്റി, അങ്ങനെ നമ്മൾ കപ്പാസിറ്റിയുടെ ടൈപ്പൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പറയാനുള്ളത് കപ്പാസിറ്റി പ്ലാനിങ്ങിൻ്റെ പ്രോസസ് ആൻഡ് ഇമ്പോർട്ടൻസ് ആണ്. എന്താണ് കപ്പാസിറ്റി പ്ലാനിങ് എന്ന് ആദ്യം അറിയണം. അതിന് ശേഷം അതിൻ്റെ പ്രോസസ്സ് എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ കപ്പാസിറ്റി പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ കപ്പാസിറ്റി മാനേജ്മെൻറ്റ് ഈസ് ടു മാച്ച് ദ ലെവൽ ഓഫ് ഓപ്പറേഷൻസ് ലെവൽ ടു ദ ഡിമാൻഡ്. അതായത് ഡിമാൻഡും പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റും ഒരേ ലെവലാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ. മാച്ച് ചെയ്യിക്കണം. കപ്പാസിറ്റി പ്ലാനിങ് ഈസ് ടു ബി ക്യാരിഡ് ഔട്ട് കീപ്പിംഗ് മൈൻഡ് ഫ്യൂച്ചർ ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ പ്ലാൻസ്, മാർക്കറ്റ് ട്രെൻഡ്, സെയിൽസ് ഫോർകാസ്റ്റിംഗ് എക്സെട്ര. അപ്പോൾ കപ്പാസിറ്റി പ്ലാനിങ് ചെയ്യണമെങ്കിൽ നമ്മുടെ കപ്പാസിറ്റി പ്ലാൻ ചെയ്യണമെങ്കിൽ എന്തൊക്കെ ഉണ്ടായിരിക്കണം നമ്മുടെ മൈൻഡിൽ? ഫ്യൂച്ചർ ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ പ്ലാൻ. ഭാവിയിൽ ഫ്യൂച്ചറിൽ ബിസിനസ്സിന് ഗ്രോത്ത് ഉണ്ടാവുമോ, അല്ലെങ്കിൽ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യേണ്ടി വരുമോ, മാർക്കറ്റിൽ എന്തൊക്കെ ട്രെൻഡ് ഉണ്ടാവും, പിന്നെ അതേപോലെ തന്നെ സെയിൽസിനെ മുൻകൂട്ടി കാണണം. അപ്പോൾ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സെയിലല്ല, നമുക്കിപ്പോൾ ഈ കൊറോണ സ്റ്റേജിൽ തന്നെ അറിയാം എല്ലായിടത്തും എന്താണ് സെയില് ഡിമ്മായിക്കൊണ്ടിരിക്കുക. അതേപോലെ ഫ്യൂച്ചറിൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? മുൻകൂട്ടി ഫോർകാസ്റ്റ് ചെയ്യണം. പിന്നെ കപ്പാസിറ്റി പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ ദ ഫ്ലക്ച്വേഷൻ ഇൻ ഡിമാൻഡ് ക്രിയേറ്റ് പ്രോബ്ലം റിഗാർഡിംഗ് പ്രൊക്യൂർമെൻറ്റ് ഓഫ് റിസോഴ്സസ് ആൻഡ് പ്രൊഡക്ഷൻ ടു മീറ്റ് ദ കസ്റ്റമർ ഡിമാൻഡ്. അപ്പോൾ എന്തിനാണ് കപ്പാസിറ്റി പ്ലാൻ ചെയ്യുന്നത്? നമുക്ക് ഫ്യൂച്ചറിൽ എന്തുണ്ടാവാം? ഡിമാൻഡുള്ള ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള എന്താണ് മെറ്റീരിയൽസ് കിട്ടാതെ വരും. കസ്റ്റമറിൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്യാൻ, മീറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള റിസോഴ്സസ് കിട്ടാതെയാവാം. പിന്നെയോ കപ്പാസിറ്റി ഈസ് ദ റേറ്റ് ഓഫ് പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഓഫ് എ ഫീസിബിലിറ്റി. അതായത് പ്രൊഡക്റ്റീവ് കപ്പാസിറ്റിനെയാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ കപ്പാസിറ്റി പ്ലാനിങ് എന്ന് വെച്ചാൽ എന്താണ്? കപ്പാസിറ്റി പ്ലാനിങ് എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി പ്ലാനിങ് ഈസ് ടു ബി ക്യാരിഡ് ഔട്ട് കീപ്പിംഗ് ഇൻ മൈൻഡ് ഫ്യൂച്ചർ ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ പ്ലാന്, മാർക്കറ്റ് ട്രെൻഡ്സ്, സെയിൽസ് ഫോർകാസ്റ്റിംഗ് എക്സെട്ര. അപ്പോൾ കപ്പാസിറ്റി പ്ലാനിങ് ചെയ്യണമെങ്കിൽ നമ്മുടെ മൈൻഡിൽ എന്തൊക്കെ വേണം? ഫ്യൂച്ചർ ഗ്രോത്ത് എത്രമാത്രം ഉണ്ടാവും, എക്സ്പാൻഷൻ പ്ലാൻസ് എന്തൊക്കെയാണ്, മാർക്കറ്റ് ട്രെൻഡ് എന്തൊക്കെയാണ്, സെയിൽസ് ഫോർകാസ്റ്റിങ്ങും ആവശ്യമാണ്. ഇനി ഇറ്റ് ഈസ് ദ സിമ്പിൾ ടാസ്ക് ടു പ്ലാൻ ദ കപ്പാസിറ്റി ഇൻ ദ കേസ് ഓഫ് സ്റ്റേബിൾ ഡിമാൻഡ്. കപ്പാസിറ്റി പ്ലാനിങ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ടൊരു ഡിമാൻഡുള്ള പ്രോഡക്റ്റിന് നമുക്ക് എന്താണ് കപ്പാസിറ്റി പ്ലാൻ ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. എന്താണ്, ഒരേ രീതിക്കാണ് അതിൻ്റെ ഡിമാൻഡ് പോയിക്കൊണ്ടിരിക്കുന്നത്, മാറ്റങ്ങളൊന്നുമില്ല. അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് കപ്പാസിറ്റി എത്രമാത്രം അവൈലബിൾ ആണ്, അത് എത്രമാത്രം സ്യൂട്ടബിൾ ആണ് ഫേമിനെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിളാണ്. ഏത് കേസിൽ? നമ്മുടെ സ്റ്റേബിൾ ഡിമാൻഡുള്ള കേസിൽ. എന്നാൽ ബട്ട് ഇൻ പ്രാക്ടീസ് ദ ഡിമാൻഡ് വിൽ ബി സെൽഡം സ്റ്റേബിൾ. ദ ഫ്ലക്ച്വേഷൻ ഓഫ് ദ ഡിമാൻഡ് ക്രിയേറ്റ് പ്രോബ്ലം റിഗാർഡിംഗ് ദ പ്രൊക്യൂർമെൻറ്റ് ഓഫ് റിസോഴ്സസ് ടു മീറ്റ് കസ്റ്റമർ ഡിമാൻഡ്. അപ്പോൾ സ്റ്റേബിൾ ഡിമാൻഡുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കപ്പാസിറ്റി പ്ലാനിങ് സിമ്പിളാണ്. എന്നാൽ ഫ്ലക്ച്വേറ്റിംഗ് ഡിമാൻഡുള്ള ടൈമിൽ എന്താണ് ഇത് ഭയങ്കര കപ്പാസിറ്റി പ്ലാനിങ് എന്ന് പറയുന്നത് വെരി ഡിഫിക്കൽട്ടാണ്. കപ്പാസിറ്റി പ്ലാനിങ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് വെൻ ദ ഓർഗനൈസേഷൻ ഡിസൈഡ് ടു പ്രൊഡ്യൂസ് മോർ എക്സൈറ്റിംഗ് പ്രോഡക്റ്റ് ഓർ എ ന്യൂ പ്രോഡക്റ്റ്. കപ്പാസിറ്റി പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഏതൊരു ഫേമിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള? അതായത് മോർ എക്സൈറ്റിംഗ് പ്രോഡക്റ്റ്, അതായത് എക്സൈറ്റിംഗ് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും അതേപോലെ തന്നെ ന്യൂ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴും എന്താവശ്യമാണ്? കപ്പാസിറ്റി പ്ലാനിങ് വേണം. കപ്പാസിറ്റി പ്ലാനിങ് ഈസ് ടു സ്പെസിഫൈ ദ ലെവൽ ഓഫ് കപ്പാസിറ്റി ദാറ്റ് വിൽ മീറ്റ് മാർക്കറ്റ് ഡിമാൻഡ് ഇൻ എ കോസ്റ്റ് എഫിഷ്യൻറ്റ് വേ. കപ്പാസിറ്റി പ്ലാനിങ് is to specify the level of capacity that will meet market demand in a cost efficient way. കപ്പാസിറ്റി പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലെവൽ ഓഫ് കപ്പാസിറ്റി ആണ്. അത് നമ്മുടെ ചിലവുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിൽ പ്ലാൻ ചെയ്യുന്നതിനെയാണ് കപ്പാസിറ്റി പ്ലാനിങ് എന്ന് പറയുന്നത്. ഇനി
കപ്പാസിറ്റി പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് എത്രമാത്രം പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളത് പ്ലാൻ ചെയ്യലാണ് കപ്പാസിറ്റി പ്ലാനിങ്. അപ്പോൾ കപ്പാസിറ്റി നമ്മൾ സാധാരണ യൂഷ്വലി എങ്ങനെയാണ് എക്സ്പ്രസ് ചെയ്യാറുള്ളത്? ഔട്ട്പുട്ടിൻ്റെ വോളിയത്തിൽ അല്ലെങ്കിൽ ഒരു പീരിയഡ് ഓഫ് ടൈമിൽ ഇത്രമാത്രം പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിനെ കപ്പാസിറ്റി എന്ന് പറയാം. അപ്പം പ്രൊഡക്ഷൻ മാനേജേഴ്സ് ആർ മോർ കൺസേൺഡ് അബൌട്ട് ദ കപ്പാസിറ്റി ഓഫ് ദ ഫോളോവിങ് റീസൺസ്. താഴെ പറയുന്ന റീസണിൽ പ്രൊഡക്ഷൻ മാനേജേഴ്സ് എന്തായിരിക്കണം? മോർ കൺസേൺഡ് ആയിരിക്കണം. എന്തൊക്കെയാണ് റീസൺ? സഫിഷ്യൻറ്റ് കപ്പാസിറ്റി ഈസ് നീഡഡ് ടു മീറ്റ് ദ കസ്റ്റമർ ഡിമാൻഡ് ഇൻ ടൈം. കസ്റ്റമറിൻ്റെ ഡിമാൻഡ് വരുന്ന സമയത്ത് അത് മീറ്റ് ചെയ്യാൻ എന്ത് വേണം? സഫിഷ്യൻറ്റ് കപ്പാസിറ്റി വേണം. അതായത് ആവശ്യമായുള്ള പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിരിക്കണം. രണ്ടാമത്തെ, കപ്പാസിറ്റി എഫക്ട് ദ കോസ്റ്റ് എഫിഷ്യൻസി ഓഫ് പ്രൊഡക്ഷൻ. കപ്പാസിറ്റി എന്ന് പറയുന്നത് സ്ഥാപനത്തിൻ്റെ കോസ്റ്റ് എഫിഷ്യൻസിനെ ബാധിക്കും. പിന്നെ കപ്പാസിറ്റി എഫക്റ്റ് ഇൻ ഷെഡ്യൂളിംഗ് ടൈം. വർക്കേഴ്സിൻ്റെ ടൈം ഷെഡ്യൂൾ ചെയ്യുന്നതിന് കപ്പാസിറ്റി ബാധിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇൻ കേസ് ഇപ്പോൾ ടൈം ഷെഡ്യൂൾ ചെയ്തു എന്ന് വിചാരിക്കുക. അതായത് രാവിലെ 8 മണി തൊട്ടിട്ട് നമ്മൾ 6 മണി വരെ 1000 പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാം. അത്രയാണ് കപ്പാസിറ്റി എന്ന് വിചാരിക്കുക. ഇൻ കേസ് വർക്കറിന് എന്തെങ്കിലും അസുഖങ്ങൾ വരിക അല്ലെങ്കിൽ മെഷീനറി ബ്രേക്ക് ഡൗൺ ആവുകയൊക്കെ ചെയ്യുന്ന സമയത്തേക്ക് ഇത് കപ്പാസിറ്റിനെ ബാധിക്കാറുണ്ട്. പിന്നെ കപ്പാസിറ്റി ക്രിയേഷൻ റിക്വയേഴ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. കപ്പാസിറ്റി ക്രിയേഷൻ എന്താണ്? റിക്വയേഴ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. എന്താ അങ്ങനെ പറയാൻ കാരണം? കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്യണമെങ്കിൽ അതിന് മാത്രം കപ്പാസിറ്റി ഉള്ള മെഷീനറി നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. അപ്പോൾ എന്താണ്? റിക്വയേഴ്സ് ആൻഡ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. ഇനി പ്രോസസ് ഓഫ് കപ്പാസിറ്റി പ്ലാനിങ്. അപ്പോൾ കപ്പാസിറ്റി പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്യൂച്ചർ ഡിമാൻഡിനെ അല്ലെങ്കിൽ നമ്മുടെ ഗ്രോത്തിനെ, അതേപോലെ തന്നെ മാർക്കറ്റ് ട്രെൻഡിനെ, സെയിൽസ് ഫോർകാസ്റ്റിങ്ങിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ട് കപ്പാസിറ്റി പ്ലാൻ ചെയ്യുന്നതിനെയാണ് കപ്പാസിറ്റി പ്ലാനിങ് എന്ന് പറയുന്നത്. ഇനി അപ്പോൾ കപ്പാസിറ്റി പ്ലാനിങ്ങിൽ മാനേജേഴ്സ് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? മാനേജേഴ്സ് പ്രൊഡക്ഷൻ്റെ ടൈമിൽ സഫിഷ്യൻറ്റ് കപ്പാസിറ്റി ഈസ് റിക്വയർഡ് ടു മീറ്റ് കസ്റ്റമർ ഡിമാൻഡ് ഇൻ ടൈം. കസ്റ്റമറിൻ്റെ ഡിമാൻഡ് മീറ്റ് ചെയ്യണമെങ്കിൽ ആവശ്യം സഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ കപ്പാസിറ്റി ഉണ്ടായിരിക്കണം. ഇനി കപ്പാസിറ്റി എന്തിനെ എഫക്റ്റ് ചെയ്യുന്നു പറഞ്ഞാൽ കോസ്റ്റ് എഫിഷ്യൻസിനെ എഫക്റ്റ് ചെയ്യും. അതേപോലെ തന്നെ കപ്പാസിറ്റി ഷെഡ്യൂളിംഗ് ടൈമിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കപ്പാസിറ്റി ക്രിയേഷൻ റിക്വയേഴ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. കപ്പാസിറ്റി ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ആൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഓക്കെ. ഇനി പ്രോസസ് ഓഫ് കപ്പാസിറ്റി പ്ലാനിങ് ആണ്. ദ പ്രോസസ് ഇൻവോൾവ്ഡ് കപ്പാസിറ്റി പ്ലാനിങ് ഈസ് ക്വൈറ്റ് കോംപ്ലക്സ്. കപ്പാസിറ്റി പ്ലാനിങ് പ്രോസസ് നോർമലി കൺസിസ്റ്റ് ഓഫ് ദി ഫോളോവിങ് സ്റ്റേജസ്. അതായത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണ് എന്തെന്ന് പറയുന്നത്? കപ്പാസിറ്റി പ്ലാനിങ് എന്ന് പറയുന്നത്. അത് പല സ്റ്റെപ്പിലൂടെ കടന്നു പോയിക്കൊണ്ടാണ് നമ്മുടെ കപ്പാസിറ്റി പ്ലാനിങ് നടക്കുന്നത്. അതിൽ ഒന്നാമത്തെയാണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. എന്താണ് ഈ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ? ഡിമാൻഡ് മുൻകൂട്ടി കാണുക. നമ്മൾ എക്കണോമിക്സിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്നാൽ. ഡിമാൻഡ് ഫ്യൂച്ചറിൽ എത്രമാത്രം ഡിമാൻഡ് ഉണ്ടാവും എന്നുള്ളത് എന്താണ്? മുൻകൂട്ടി കാണുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. എന്തിനു വേണ്ടിയിട്ടാണ് ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്നത്? കപ്പാസിറ്റി പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഫ്യൂച്ചറിൽ എത്രമാത്രം ഡിമാൻഡ് ഉണ്ടാവും എന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? കപ്പാസിറ്റി ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ കപ്പാസിറ്റി ഫോർകാസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മെഷീനറി പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ പ്രോസസ് ഓഫ് കപ്പാസിറ്റി പ്ലാനിങ്ങിൽ ഒന്നാമത്തെയാണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. സ്റ്റാർട്ട് വിത്ത് ദ സെറ്റിംഗ് അപ്പ് ഓഫ് ബിസിനസ് പ്ലാൻ which set out the types of goods or services to be produced. Take a long range forecasting of demand in order to determine the resources needed to produce and offer specified goods and services. Market trend changes, competitors' roles and technology changes have been carefully examined. Demand forecast ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? Setting up of business plan which set out the type of goods or services to be produced. ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫേമിൽ ഏത് ടൈപ്പ് ഓഫ് ഗുഡ്സ് ആണ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളതിന് ഫസ്റ്റ് പ്ലാൻ ചെയ്യണം. രണ്ടാമത്തെ ലോങ് ടേം ഫോർകാസ്റ്റ് ആണ് എടുക്കേണ്ടത്. അതായത് ഒരു നിശ്ചിത പീരീഡിലേക്കുള്ള ഡിമാൻഡ് ഫോർകാസ്റ്റ് അല്ല, ഒരു ലോങ് ടേം ഫോർകാസ്റ്റ് ആണ് ചെയ്യേണ്ടത്. എന്തിനാണത്? നീഡഡ് ടു പ്രൊഡ്യൂസ് ഓഫർ സ്പെസിഫൈഡ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതായത് ലോങ് ടേം ഫോർകാസ്റ്റ് ചെയ്താലാണ് ഫ്യൂച്ചറിൽ നമുക്ക് എത്രമാത്രം ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്ന് അറിയുള്ളൂ. അതേപോലെ തന്നെ മാർക്കറ്റ് ട്രെൻഡ് ചേഞ്ചസ്, മാർക്കറ്റിൽ എത്രമാത്രം ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. അതേപോലെ കോമ്പറ്റീറ്റേഴ്സ് റോൾസ്, ടെക്നോളജിക്കൽ ചേഞ്ചസ് ഹാവ്സ് ടു ബി കെയർഫുള്ളി എക്സാമിൻഡ്. ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് ട്രെൻഡ് വാച്ച് ചെയ്യണം, കോമ്പറ്റീറ്റേഴ്സിൻ്റെ റോൾ വാച്ച് ചെയ്യണം, ടെക്നോളജിയിൽ എന്തുമാത്രം
എത്രമാത്രം ചേഞ്ചസ് ഉണ്ടാവുന്നുണ്ടെന്നൊക്കെ ഉള്ളത് കെയർഫുള്ളി എക്സാമിൻ്റെ. ഒന്നാമത്തെ പ്രോസസ്സ് ഓഫ് കപ്പാസിറ്റി പ്ലാനിങ് ആണ് നമ്മൾ പറഞ്ഞത്. അതിൽ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആണ്. ഇനി രണ്ടാമത്തെയാണ് കപ്പാസിറ്റി ഡിസിഷൻ. ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്ത് ഫ്യൂച്ചറിൽ എത്രമാത്രം ഡിമാൻഡ് ഉണ്ടാവും, മാർക്കറ്റിൽ എന്തുമാത്രം ട്രെൻഡ്സ് ഉണ്ട്, അതേപോലെ തന്നെ ഫ്യൂച്ചറിൽ എത്രമാത്രം കസ്റ്റമേഴ്സ് ഉണ്ടാവും, ഏത് ടൈപ്പ് ഓഫ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതൊക്കെ പ്ലാൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെയാണ് കപ്പാസിറ്റി ഡിസിഷൻ. എന്താണ് കപ്പാസിറ്റി ഡിസിഷൻ? ദ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ദെൻ മസ്റ്റ് ബി ട്രാൻസ്ലേറ്റഡ് ഇൻ ടു മെഷർ ഓഫ് കപ്പാസിറ്റി നീഡഡ്. ഡിമാൻഡ് ഫോർകാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം? എത്രമാത്രം കപ്പാസിറ്റി ആവശ്യമുണ്ട്, എത്രമാത്രം പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസസ് ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കണം. പിന്നെയോ ഓർഗനൈസേഷൻ വിൽ ബി ഏബിൾ ടു ഡിറ്റർമിൻ ദ വേരിയസ് റിസോഴ്സസ് നീഡഡ് ഫോർ പ്രൊഡ്യൂസിങ് സച്ച് ഗുഡ്സ്. ഓർഗനൈസേഷൻ എന്ത് ചെയ്യണം? ഏബിൾ ടു ഡിറ്റർമിൻ വേരിയസ് റിസോഴ്സസ് നീഡഡ് ഫോർ പ്രൊഡ്യൂസിങ് സച്ച് പ്രോഡക്റ്റ്. ഓർഗനൈസേഷൻ കപ്പാസിറ്റി ഡിസിഷൻ ആണ് രണ്ടാമത്തെ. ആദ്യത്തെ സ്റ്റെപ്പ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആയിരുന്നു. ഡിമാൻഡ് ഫോർകാസ്റ്റിൽ നിന്ന് നമ്മൾ എന്താ മനസ്സിലാക്കിയത്? ഏത് ടൈപ്പ് ഓഫ് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കി. മാർക്കറ്റിൽ എന്തൊക്കെ ട്രെൻഡ് ഉണ്ട്, അതേപോലെ തന്നെ കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണ്, ടെക്നോളജിക്കൽ ചേഞ്ചസ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി. അതിൻ്റെ ശേഷം ലോങ് ടേം ഫോർകാസ്റ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ സ്റ്റെപ്പാണ് കപ്പാസിറ്റി ഡിസിഷൻ. കപ്പാസിറ്റി ഡിസിഷനിൽ എന്താ ചെയ്യാൻ പോകുന്നത്? ഫോർകാസ്റ്റ് ചെയ്തു, അതിൽ നിന്ന് ഡിമാൻഡ് എത്രമാത്രം ഉണ്ട് മനസ്സിലാക്കി. അതിൽ നിന്ന് എന്ത് ചെയ്യണം? നമ്മൾ ഏത് ടൈപ്പ് ഓഫ് എത്ര കപ്പാസിറ്റിയാണ് ആവശ്യം, എത്ര പ്രോഡക്റ്റ് അല്ലെങ്കിൽ എത്ര സർവീസസ് എത്രമാത്രം വേണം എന്നുള്ളത് ഫോർകാസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ മനസ്സിലാക്കണം. നമുക്ക് ഫോർകാസ്റ്റ് ചെയ്ത ഡാറ്റയിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കണം. പിന്നെയോ ഓർഗനൈസേഷൻ വിൽ ബി ഏബിൾ ടു ഡിറ്റർമിൻ ദ വേരിയസ് റിസോഴ്സസ് നീഡഡ് ഫോർ പ്രൊഡ്യൂസിങ് സച്ച് ഗുഡ്സ്. ഏത് ടൈപ്പ് ഓഫ് ഗുഡ്സ് ആണ്, ഏത് ടെക്നോളജിയാണ് വേണ്ടതെന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓർഗനൈസേഷന് ആ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എന്തൊക്കെ റിസോഴ്സസ് ആവശ്യമാണ് ഏബിൾ ടു ഡിറ്റർമിൻ മനസ്സിലാക്കണം. എന്താണ്, അതായത് നമ്മൾ ഓട്ടോമാറ്റിക്കലി മനസ്സിലാക്കി കസ്റ്റമറിന് എന്താണ് ആവശ്യമുള്ളതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. അതാണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. അതിൽ നിന്ന് കസ്റ്റമറിന് ആവശ്യമുള്ളത് ഉണ്ടാക്കണമെങ്കിൽ ഈ സ്ഥാപനത്തിൽ എന്തെല്ലാം റിസോഴ്സസ് വേണം എന്നുള്ളതാണ് കപ്പാസിറ്റി ഡിസിഷൻ. ഇനി അടുത്തത് ഫെസിലിറ്റേറ്റ്സ് പ്ലാനിങ് ആണ്. എന്താണ് ഈ ഫെസിലിറ്റേറ്റ്സ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ? Capacity decision automatically lead to setting up necessary facilities in order to produce goods and services. Capacity decision എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? Capacity decision എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് എന്താണ് വേണ്ടതെന്ന് മനസ്സിലാക്കിയിട്ട് ആ എത്രമാത്രം ഗുഡ്സ് വേണമെന്നുള്ളത്, ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് എത്ര വേണമെന്നുള്ളത് മെഷർ ചെയ്തു, അതിനാവശ്യമായിട്ടുള്ള റിസോഴ്സസ് എത്രയാണെന്നും മനസ്സിലാക്കി. അത് കഴിഞ്ഞാൽ അടുത്തത് എന്താണ്? ഫെസിലിറ്റേറ്റ്സ് ഫങ്ഷനാണ്. എന്താണ്? കപ്പാസിറ്റി ഡിസിഷൻ ഓട്ടോമാറ്റിക്കലി ലീഡ് ടു സെറ്റിംഗ് അപ്പ് നെസസറി ഫെസിലിറ്റീസ് ഇൻ ഓർഡർ ടു പ്രൊഡ്യൂസ് ഗുഡ്സ് ആൻഡ് സർവീസസ്. കപ്പാസിറ്റി ഡിസിഷൻ കഴിഞ്ഞാൽ അടുത്തത് ഈ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ആവശ്യമുള്ളത്. ഫെസിലിറ്റി പ്ലാനിങ് ക്യാൻ ബി ഡൺ ഐദർ ബൈ എക്സ്പാൻഷൻ ഓർ കോൺട്രാക്ഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ഫെസിലിറ്റീസ് ഓർ ബൈ സെറ്റിംഗ് അപ്പ് അഡീഷണൽ ന്യൂ ഫെസിലിറ്റീസ്. അപ്പോൾ ഫെസിലിറ്റീസ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ കപ്പാസിറ്റി ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് കമ്പനിയിൽ എത്രമാത്രം പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസസ് വേണം എന്നുള്ളത് പ്ലാൻ ചെയ്യലാണ് കപ്പാസിറ്റി ഡിസിഷൻ. ഇനി അതിന് എന്തൊക്കെ ഫെസിലിറ്റീസ് ആവശ്യമാണ്, എന്തൊക്കെയാണ് അതിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ സ്ഥാപനത്തിനകത്തുള്ള ഫെസിലിറ്റി ഐദർ എക്സ്പാൻഷൻ അതിനെ വർദ്ധിപ്പിക്കാം, അല്ലെങ്കിൽ കോൺട്രാക്ഷൻ ഓഫ് എക്സിസ്റ്റിംഗ് ഫെസിലിറ്റീസ്. അപ്പോൾ നമുക്ക് നല്ല കപ്പാസിറ്റി ഉള്ള ഒരു മെഷീനറി ആണെങ്കിൽ അത്രയൊന്നും ഡിമാൻഡ് ഇല്ലെങ്കിൽ അതിൻ്റെ എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ കപ്പാസിറ്റി കുറയ്ക്കുക, അല്ലെങ്കിൽ സെറ്റിംഗ് അപ്പ് അഡീഷണൽ ന്യൂ ഫെസിലിറ്റീസ്, പുതിയ ഫെസിലിറ്റീസ് എന്ത് ചെയ്യുക? സെറ്റപ്പ് ചെയ്യുക. അതാണ് ഫെസിലിറ്റീസ് പ്ലാനിങ്. ഇനി ഡിസിഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ. ഡിസിഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ എന്താ? ഓൾട്ടർനേറ്റീവ് റിസോഴ്സസ് റിക്വയർമെൻറ്റ് പ്ലാൻ ഷുഡ് ബി പ്രോപ്പർലി ഇവാലുവേറ്റഡ്. എന്താണ് പകരം വെക്കാനുള്ളത് എന്നുള്ളതിനെ പ്രോപ്പർലി ഇവാലുവേറ്റ് ചെയ്യണം. ദ ഫീസിബിലിറ്റി ഓഫ് പ്ലാൻ അലോങ് ഇറ്റ്സ് എക്കണോമിക് ഇമ്പാക്റ്റ് നീഡ് ടു ബി അനലൈസ്. ഈ നമ്മൾ പ്ലാനിങ്ങിൽ നമ്മളതിനെ എന്തൊക്കെ എക്കണോമിക് ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നുള്ളതിനെ അനലൈസ് ചെയ്യണം. ഡീറ്റെയിൽ സ്റ്റഡി ഓഫ് ഇക്കണോമിക് ഇമ്പാക്റ്റ് ഓഫ് റിസോഴ്സസ് റിക്വയർമെൻറ്റ് ഈസ് എസെൻഷ്യൽ ടു മേക്ക് കപ്പാസിറ്റി പ്ലാനിങ് എ റിയാലിറ്റി. അപ്പോൾ കപ്പാസിറ്റി പ്ലാൻ ചെയ്തത് ഒരു റിയാലിറ്റിയിലേക്ക് ആവണമെങ്കിൽ നമുക്ക് എന്ത് വേണം? എക്കണോമിക് റിസോഴ്സസ് വേണം. അതിൻ്റെ ഡീറ്റെയിൽഡ് സ്റ്റഡി നടത്തിയിരിക്കണം.
അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്തെന്ന് പറഞ്ഞാൽ പ്രോസസ് ഓഫ് കപ്പാസിറ്റി പ്ലാനിങ്. കപ്പാസിറ്റി പ്ലാനിങ് എന്ന് പറഞ്ഞത് എന്താണ്? ക്വൈറ്റ് കോംപ്ലക്സ് ആണ്. അതിലുണ്ടാവുന്ന സ്റ്റെപ്സ് അല്ലെങ്കിൽ സ്റ്റേജസ് ആണ് നമ്മൾ പറഞ്ഞത്. ഒന്നാമത്തെ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, രണ്ടാമത്തെ കപ്പാസിറ്റി ഡിസിഷൻ, മൂന്നാമത്തെ ഫെസിലിറ്റേറ്റ്സ് പ്ലാനിങ്, നാലാമത്തെ ഡിസിഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, എന്താണ് ഫ്യൂച്ചറിൽ എത്രമാത്രം ഡിമാൻഡ് ഉണ്ടാവും, എന്തൊക്കെ മാർക്കറ്റിൽ എന്തൊക്കെ ട്രെൻഡ് ഉണ്ട്, ആരാണ് കോമ്പറ്റീറ്റേഴ്സ്, എന്തൊക്കെ ടെക്നോളജിക്കൽ ഡെവലപ്മെൻ്റ് ആണ് മാർക്കറ്റിൽ നടക്കുന്നതെന്നുള്ള മുൻകൂട്ടി മനസ്സിലാക്കലാണ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. ഈ കപ്പാസിറ്റി ഡിസിഷൻ എന്ന് പറഞ്ഞാലോ ഇങ്ങനെ മനസ്സിലാക്കി അതിൽ നിന്ന് എത്രമാത്രം ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അത് എത്രമാത്രം എത്ര കപ്പാസിറ്റി വേണം, എസ്റ്റിമേറ്റഡ് ലേബർ എത്ര വേണം, അല്ലെങ്കിൽ അതിലേക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് എന്തൊക്കെയാണെന്നുള്ളതാണ് കപ്പാസിറ്റി ഡിസിഷൻ. ഇനി ഫെസിലിറ്റേറ്റ്സ് പ്ലാനിങ് എന്ന് പറഞ്ഞാലോ നമ്മുടെ കയ്യിലുള്ള മെഷീനറിയുടെ കപ്പാസിറ്റി എത്രയാണ് അതിനനുസരിച്ചിട്ട് കപ്പാസിറ്റി ഡിസൈൻ ചെയ്തതിനനുസരിച്ചിട്ട് ഫെസിലിറ്റി എന്ത് ചെയ്യണം, എക്സ്പാൻഡ് ചെയ്യണോ അല്ലെങ്കിൽ എന്താണ് കുറയ്ക്കണോ, അല്ലെങ്കിൽ പുതിയ മെഷീനറീസ് ഇൻസ്റ്റാൾ ചെയ്യണോ എന്നതാണ് ഫെസിലിറ്റേറ്റ്സ് പ്ലാനിങ്ങിൽ വരുന്നത്. ഇനി ഡിസിഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ എടുത്ത തീരുമാനങ്ങൾ നടപ്പിൽ വരുത്തലാണ്. ഏത് ടൈപ്പ് ഓഫ് മെഷീനറിയാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത് ഇൻസ്റ്റാൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എക്കണോമിക് ഇമ്പാക്റ്റസ് അനലൈസ് ചെയ്യുകയാണ്. അതായത് ഡീറ്റെയിൽഡ് സ്റ്റഡി നടത്തണം, എന്താണ് നമ്മളെ കപ്പാസിറ്റി പ്ലാനിങ് റിയാലിറ്റി ആക്കാൻ വേണ്ടിയിട്ട് എത്രമാത്രം എക്കണോമിക് റിസോഴ്സസ് വരും, എന്തൊക്കെയാണ് ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്നുള്ളതാണ് ഡിസിഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷനിൽ വരുന്നത്. അപ്പം 4 സ്റ്റെപ്സ് ആണ് കപ്പാസിറ്റി പ്ലാനിങ്ങിനുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് ഇമ്പോർട്ടൻസ് ആണ്. എന്താണ് ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ? അപ്പം ഇത്രയാണ് കപ്പാസിറ്റി പ്ലാനിങ്ങിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് പറഞ്ഞത് കപ്പാസിറ്റി പ്ലാനിങ് ആണ്. എന്താണ് കപ്പാസിറ്റി പ്ലാനിങ് എന്ന് പറഞ്ഞു? പ്രോസസ് ഓഫ്